നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയക്കരയിൽ വയോധികന്റെ കൊലപാതകം, പ്രതി റിമാൻഡിൽ. അറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം. UDF ജനകീയ പ്രക്ഷോഭം നടത്തി. റേഷൻ കടകളിലേക്ക് യഥാസമയം അരി എത്തിക്കണമെന്ന ആവശ്യം. കുമ്പിടിഞ്ഞാമക്കൽ സിവിൽ സപ്ലൈസ് ഡെപ്പോയിൽ MLAയുടെ ഉപരോധ സമരം. ED കള്ളക്കേസുകളും വേട്ടയാടലുകളും നടത്തുന്നുവെന്നാരോപിച്ച് അവിട്ടപ്പള്ളിയിൽ CPMന്റെ പ്രതിഷേധ സംഗമം. തൃശൂർ മെഡിക്കൽ കോളേജിൽ അനാഥ രോഗികളുടെ എണ്ണം കൂടി വരുന്നത് പ്രതിസന്ധിയാകുന്നു. ജില്ലാ ഭരണകൂടവും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. പുതുക്കാട് ദേശീയപാതയിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചു. ഓയിൽ ചോർച്ചയെ തുടർന്ന് ബൈക്കും മറിഞ്ഞു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലിയക്കര മേൽപ്പാലത്തിനടിയിൽ 70-കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി റിമാൻഡിൽ. തലവണിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പണ്ടാരപ്പറമ്പിൽ ചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് ധർമ്മപുരി സ്വദേശി 34 വയസ്സുള്ള പ്രഭാകരനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ജൂലൈ 14 രാവിലെ മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ ചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പുതുക്കാട് പോലീസ് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവം അറിഞ്ഞയുടൻ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സീൻ കാർഡ് ഏർപ്പെടുത്തുകയും സയന്റിഫിക് ഓഫീസർ, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവർ ചേർന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിരുന്നു. ചന്ദ്രൻ വർഷങ്ങളായി കുടുംബം ഉപേക്ഷിച്ച് പാലിയേക്കര മേൽപ്പാലത്തിനടിയിലാണ് തങ്ങാറുള്ളത്. ആക്രി പെറുക്കി വിറ്റാണ് ചന്ദ്രൻ ജീവിത ചെലവിന് പണം കണ്ടെത്തുന്നത്. പ്രതിയായ പ്രഭാകരനും ആക്രി പെറുക്കി വിറ്റ് ജീവിക്കുന്നയാളാണ്. ഒരാഴ്ചയായി ചന്ദ്രനോടൊപ്പമാണ് രാത്രിയിൽ പ്രഭാകരൻ തങ്ങുന്നത്. ജൂലൈ 13 ആക്രി പെറുക്കി വിറ്റ പണം ഉപയോഗിച്ച് പാലിയേക്കര മേൽപ്പാലത്തിനടുത്തുള്ള കള്ളുഷാപ്പിൽ വെച്ച് കള്ളു കുടിച്ചിരുന്നു. തുടർന്ന് പാലത്തിനടിയിൽ വെച്ച് ബിവറേജിൽ നിന്ന് ഇരുവരും ചേർന്ന് മദ്യം വാങ്ങുകയും വീണ്ടും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ചെയ്തിരുന്നു. രാത്രി മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിൽ ചന്ദ്രൻ പ്രതിയുടെ അമ്മയെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ചന്ദ്രനെ കരിങ്കല്ലുകൊണ്ടും കോൺക്രീറ്റ് കഷ്ണങ്ങൾ കൊണ്ടും തലയിൽ എറിഞ്ഞും അടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. അന്വേഷണ സംഘം പല ടീമുകളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിൽ തലേ ദിവസം ചന്ദ്രനോടൊപ്പം കാലിൽ മുട്ടിന് താഴെയുള്ള മുറിവ് കെട്ടിവെച്ച നിലയിൽ ഒരാൾ ഉണ്ടായിരുന്നതായും അയാളെ ഇപ്പോൾ കാണാനില്ലെന്നും വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ഇത്തരത്തിലുള്ള അടയാള വിവരങ്ങളോട് കൂടിയ ആളെക്കുറിച്ച് അന്വേഷണ സംഘം പല ടീമുകളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുന്നതിനിടയിൽ കുട്ടനെല്ലൂർ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ ഇതുപോലെയുള്ള ഒരാൾ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചത്. തുടർന്ന് കുട്ടനെല്ലൂരിൽ അന്വേഷണ സംഘം എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രഭാകരൻ തമിഴ്നാട് ധർമ്മപുരി പൊന്നകരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാളെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും മറ്റൊരാളെ ആയുധമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SIമാരായ ഋഷിപ്രസാദ്, പാട്രിക്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ ലിയാസ്, ജോബി, ദീപക്, ഷിനോജ, അരുൺ, മനീഷ്, ഫൈസൽ, യദുകൃഷ്ണൻ, ജിൻഡോ, ഷെയ്ഖ് ഇബ്രാഹിം എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 2 പതിറ്റാണ്ടിലേറെയായി ഇഴഞ്ഞു നീങ്ങുന്ന ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് UDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കമായി. 2004 നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ഭരണാനുമതി ലഭിച്ച പദ്ധതിയാണിത്. അന്നത്തെ ജനപ്രതിനിധി KP വിശ്വനാഥന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. 2006 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും 20 വർഷം പിന്നിട്ടിട്ടും പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവർക്ക് പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായും യോഗം ആരോപിച്ചു. KM ബാബുരാജ് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. UDF പുതുക്കാട് നിയോജക മണ്ഡലം
ചെയർമാൻ KL ജോസ് അധ്യക്ഷനായി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടെസി ജോസ്, മീന മദനൻ, ജോയ് നെല്ലിശ്ശേരി, രതി ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ നെരിനാമ്പിള്ളി തുടങ്ങിയവർ സന്നിഹിതരായി. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി സമഗ്രമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജലസേചന മന്ത്രി മോൻസ് ജോസഫിന് നേരിട്ട് സമർപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകാനാണ് UDFന്റെ തീരുമാനം. വന്നിട്ടുള്ള LDFന്റെ നേതൃത്വത്തിലുള്ള ശ്രീ രവീന്ദ്രൻ മാഷ് 15 കൊല്ലക്കാലം ഇവിടെ MLA ആവുകയും അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തൊരു കാലഘട്ടം. പക്ഷേ അന്ന് ആ KP വിശ്വനാഥൻ തുടങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ നിയോജകമണ്ഡലത്തിലെ വിവിധങ്ങളായ പദ്ധതികൾ, തോട്ടുമുഖം പദ്ധതി, അതുപോലെ തന്നെ ആറ്റപ്പള്ളി പദ്ധതി, അങ്ങനെ ഒട്ടേറെ പദ്ധതികളൊക്കെ അവസാന കാലഘട്ടത്തിൽ അതിന്റെ പൂർത്തീകരണം സാധിക്കാത്ത രീതിയിലാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നത്. റേഷൻ കടകളിലേക്ക് യഥാസമയം അരി എത്തിക്കണമെന്നാവശ്യപ്പെട്ടും ജനങ്ങൾക്ക് ലഭിക്കേണ്ട റേഷൻ സാധനങ്ങൾ കരാറുകാരൻ മറിച്ചു വിൽക്കുകയാണെന്ന് ആരോപിച്ചും സനീഷ് കുമാർ ജോസഫ് MLA കുമ്പിടിഞ്ഞാമക്കലിലുള്ള സിവിൽ സപ്ലൈസ് ഡെപ്പോയിലെത്തി ഉപരോധ സമരം നടത്തി. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത് നടക്കുന്നതെന്ന് MLA ആരോപിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് MLAയും റേഷൻ കട നടത്തിപ്പുകാരും കുമ്പിടിനാമാക്കലിലുള്ള സിവിൽ സപ്ലൈസ് ഡെപ്പോയിലെത്തി ഉപരോധ സമരം ആരംഭിച്ചത്. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സനീഷ് കുമാർ ജോസഫ് MLAയുമായും ഉദ്യോഗസ്ഥർ, റേഷൻ കട നടത്തിപ്പുകാർ എന്നിവരുമായും ചർച്ച നടത്തി. ഈ മാസത്തെ അരി വിതരണം 4 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും അടുത്ത മാസത്തെ അരി വിതരണം 15-ാം തീയതിക്കകം പൂർത്തിയാക്കുമെന്നും ചർച്ചയിൽ തീരുമാനമായതായി കളക്ടർ പറഞ്ഞു. നമ്മൾ ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ജനപ്രതിനിധികളും അതുപോലെ കുറച്ച് റേഷൻ കട ഉടമകളും കൂടി ഇവിടെ ഇന്ന് ചാലക്കുടി താലൂക്കിന്റെ FCIയുടെ ഗോഡൌണിൽ ഒരു ചെറിയ ധർണ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മനസ്സിലായത് കരാറ് പ്രകാരമുള്ള രീതിയിൽ 15-ാം തീയതിക്കകം നമ്മുടെ ഈ താലൂക്കിൽ അരി വിതരണം നിലവിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ കരാറുകാരൻ കൃത്യമായിട്ടുള്ള വണ്ടികൾ കരാറ് പ്രകാരമുള്ളത് നൽകുന്നില്ല എന്ന് ഇവിടുത്തെ ഗോഡൌണിലെ അസിസ്റ്റന്റ് മാനേജറും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ അവരുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് സീക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയാണ് ഇവിടെ അരി വിതരണം നടന്നത് എന്നുള്ളൊരു വിശദമായ റിപ്പോർട്ട് നൽകാൻ താലൂക്ക് സപ്ലൈ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ആവശ്യമായ റെക്കമെൻഡേഷൻസ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ മാസത്തെ അരി വിതരണം അവർ 4 ദിവസത്തിനകം പൂർത്തിയാക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത മാസം നമുക്ക് ഓണമാണ് വരുന്നത്, 15-ാം തീയതിക്കകം തീർക്കാമെന്നാണ് അസിസ്റ്റന്റ് മാനേജർ നമുക്കിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ നടന്നുവന്ന അരി വിതരണത്തിന്റെ വിശദമായ റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതായും കളക്ടർ പറഞ്ഞു. അരി വിതരണം 4 ദിവസത്തിനകം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിനെ തുടർന്ന് 1 മണിയോടെ MLA ഉപരോധം അവസാനിപ്പിച്ചു. CPMനെതിരെ കേന്ദ്ര ഏജൻസിയായ ED കള്ളക്കേസുകളും വേട്ടയാടലുകളും നടത്തുന്നുവെന്ന് ആരോപിച്ച് CPM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിട്ടപ്പള്ളിയിൽ പ്രതിഷേധ സംഗമം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CV രവി അധ്യക്ഷനായി. MV സതീഷ് ബാബു, TA ഉണ്ണികൃഷ്ണൻ, CC ബിജു, PK കൃഷ്ണൻകുട്ടി, PS പ്രശാന്ത, അശ്വതി വിബി, വൃന്ദ ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ഈ ചുമന്ന കൊടി പിടിച്ചുകൊണ്ട് നടത്തിയ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പുകൾ ഈ രാജ്യം കണ്ടത്. അതിന്റെ ഭാഗമായി ഈ പാർട്ടിയുടെ സമുദ്ര നേതാക്കന്മാർ അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. ക്രൂരമായ പിന്നെ ഭർത്തത്തിരിയായി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ തീർത്ത് മുന്നോട്ട് പോകുന്ന ഭാഗമായി ഈ ചുമന്ന കൊടി പിടിച്ചതിന്റെ ഭാഗമായി ഒരുപാട് സഖാക്കളുടെ ജീവിതത്തെ കൊണ്ടാണ് ഈ പാർട്ടി ഹിന്ദുകാരുടെ പാർട്ടിയായി മാറിയത്. ദേശീയപാത പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ടാങ്കർ ലോറിയും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ദേശീയപാതയിൽ അപ്രതീക്ഷിതമായി നിർത്തിയതോടെ പിറകിൽ വരികയായിരുന്ന കാർ മറുഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. ഇതോടെ ഒരേ ട്രാക്കിലായ വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ലോറിയുടെ മുൻഭാഗത്ത് കുടുങ്ങി. അപകടത്തെ തുടർന്ന് കാറിൽ നിന്ന് റോഡിലേക്ക് ഓയിൽ ചോർന്നത് മറ്റൊരു അപകടത്തിനും വഴിവെച്ചു. ഓയിലിൽ തന്നെ ബൈക്ക് മറിഞ്ഞു. ബൈക്ക് യാത്രക്കാരൻ റോഡിലേക്ക് വീണെങ്കിലും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിലെ 1ാം വർഷ ബിരുദാനന്തര ബിരുദ കോഴ്സുകളുടെ വിദ്യാരംഭം നടത്തി. കപ്പുച്ചിൻ സഭ പ്രൊവിൻഷ്യൽ
ഡോക്ടർ ഫാദർ ജെയ്സൺ കാളൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് സ്ഥാപക മാനേജർ ഡോക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. കമ്പ്യൂട്ടർ വകുപ്പ് മേധാവി ഡോക്ടർ ടി എ റിൻസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ബൈബിൾ, ഖുറാൻ, ഭഗവത്ഗീത എന്നിവയുൾപ്പെടുന്ന മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ വിദ്യാർത്ഥികൾ വായിച്ചു. ഗവേണിംഗ് ബോഡി അംഗങ്ങളായ ഫാദർ ആന്റണി തെക്കിനിയത്ത, ഫാദർ വിൽസൺ കൊടുങ്ങൂക്കാരൻ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിമി വർഗീസ്, PTA വൈസ് പ്രസിഡന്റ് രാജേഷ് കുമാർ മഠത്തിൽ, ഓഫീസ് സൂപ്രണ്ട് ഡോക്ടർ പോൾ ജെ ആലപ്പാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സീന മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പാലാ മാർസ്ലീവ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സി ജൂലി എലിസബത്ത് മാതാപിതാക്കൾക്കായി മാർഗനിർദ്ദേശ ക്ലാസ് നയിച്ചു. അതിനോളം വലിയ പുണ്യം നിങ്ങളുടെ ജീവിതത്തിലില്ല. സ്നേഹരാഹിത്യം കൊണ്ട് അവരെ നമുക്ക് മുറിവേൽപ്പിക്കാതിരിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഞങ്ങളുടെ മക്കളുടെ പാതകൾക്ക് വെളിച്ചം നൽകണമേ. ജീവിതത്തിന്റെ അവിസ്മരണീയമായ ഒരു ദിനമാകട്ടെ, ഒരു ചുവടുവയ്പാകട്ടെ ഈ ദിനം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ വിദ്യാലയങ്ങളും എല്ലാ കലാലയങ്ങളും വിദ്യ നൽകുന്നുണ്ട്, വിദ്യ നൽകുന്നതിൽ സമ്പന്നരാണ്. പക്ഷേ ഈ ദിനം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രചോദിക്ക് അവകാശപ്പെടാനുള്ള ഒരു അനന്യതയുണ്ട്, ഒരു അതുല്യതയുണ്ട്. അത് മറ്റൊന്നുമല്ല, വിദ്യ നൽകേണ്ടത് സമഗ്രമായ സമ്പ്രദായത്തിലൂടെയും വിദ്യാഭ്യാസ രീതിയിലൂടെയും ആകണം. ഹോളിസ്റ്റിക് അപ്രോച്ച് വിദ്യാഭ്യാസത്തിന് അനിവാര്യമാണെന്ന് ആരംഭം മുതലേ മുറുകെ പിടിക്കുകയും ഇന്നും അതിലൂടെ വിദ്യ പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന, അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ, അല്ലെങ്കിൽ അതിന് ആരംഭം കുറിച്ചിരിക്കുന്ന ഒരു കലാലയമാണ് പ്രചോദി നികേതൻ. അതിന്റെ പ്രകാശവും മൂല്യങ്ങളുടെ ഊഷ്മളതയും ഒരുപോലെ പകരുന്ന കലാലയമാണ് പ്രചോദി നികേതൻ കോളേജ്. വിദ്യാഭ്യാസം വെറും തൊഴിൽ നേടാനുള്ള ഉപാധിയല്ല, മറിച്ച് വ്യക്തിത്വത്തെ വാർത്തെടുക്കുകയും സമൂഹത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയാണെന്ന വിശ്വാസത്തിലാണ് ഈ സ്ഥാപനത്തിന്റെ യാത്ര. ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് മുഖ്യമന്ത്രി VD സതീശൻ പുറത്തിറക്കി. 30 കോടി രൂപയാണ് ഇത്തവണത്തെ ഒന്നാം സമ്മാനം. ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയാണ് ഇത്. കഴിഞ്ഞ വർഷം വരെ 25 കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനമായി നൽകിയിരുന്നത്. തിങ്കളാഴ്ച മുതൽ തിരുവോണം ബമ്പറിന്റെ വിൽപ്പന തുടങ്ങും. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്കും, മൂന്നാം സമ്മാനം 25 ലക്ഷം വീതം 20 പേർക്കും ലഭിക്കും. 500 രൂപയാണ് തിരുവോണം ബമ്പർ ടിക്കറ്റിന്റെ വില. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അനുവാദങ്ങൾ ദുരുപയോഗം ചെയ്താൽ കർശന നടപടിയുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ബസ്സുകളിൽ വോക്കൽ എന്ന പേരിൽ സ്പീക്കറുകൾ വെച്ച് പ്രവർത്തിപ്പിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അനുവാദമില്ലാതെ വോക്കൽ ഘടിപ്പിച്ച വാഹനങ്ങൾ സ്വയം നീക്കം ചെയ്യണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടി സ്വീകരിക്കും. വെലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ T ജയകുമാർ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ CC ബെസ്സി അധ്യക്ഷത വഹിച്ചു. ജോസഫ് G കല്ലൂർക്കാരൻ, സീനിയർ അധ്യാപിക സിജി എസ് ചെറയത്ത, വിദ്യാർത്ഥി പ്രതിനിധി KR നിരഞ്ജന എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ സംവാദത്തിന് അധ്യാപകരായ KY ദിവ്യ, VD റോജ, A സൗമ്യ, ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. ഫോൺ എത്ര നേരം ഉപയോഗിക്കണം, വീട്ടിൽ ഫോണിന് വേണ്ടി അടിപിടിയുണ്ടോ, തല്ലുണ്ടോ, അല്ലെങ്കിൽ ഫോൺ പിടിച്ചിട്ടുള്ളൂ, അതിനെക്കുറിച്ചുള്ള അഡ്വൈസ് നൽകാനല്ലോ. നമ്മൾ അതിന്റെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്കാണ് ഞാൻ കയറി പോകാൻ പോകുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഡിസിപ്ലിൻ ആദ്യം ഒന്ന് ഞാൻ പറയാം. കാരണം നമ്മൾ സ്റ്റുഡൻസ് ആണ്, എത്ര നേരം വീട്ടിൽ ഫോൺ ഉപയോഗിക്കണം, നമ്മുടെ സ്ക്രീൻ ടൈമിംഗ് എത്രയായിരിക്കണം, അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഫോണിൽ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അനാഥ രോഗികളുടെ എണ്ണം കൂടി വരുന്നത് പ്രതിസന്ധിയാകുന്നു. ജില്ലാ ഭരണകൂടവും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. അനാഥരും കൂട്ടിരിപ്പുകാർ ഇല്ലാത്തവരുമായ 40ഓളം രോഗികളാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ വാർഡുകളിൽ കഴിയുന്നത്. വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടവരും തനിച്ചു താമസിക്കുന്നവരും യാചകരും ഉൾപ്പെടെ വലിയ ചികിത്സ ആവശ്യമില്ലാത്ത രോഗികളും ഈ കൂട്ടത്തിലുണ്ട്.
ചികിത്സയ്ക്ക് പുറമെ ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ രോഗികളുടെ ചികിത്സാ കാലാവധി പൂർത്തിയായാലും ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഏതെങ്കിലും സംവിധാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനോ സാധിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ്. സമീപകാലത്തായി ഇത്തരം രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. കട്ടിൽ ആവശ്യമായി വരുന്ന പുതിയ രോഗികൾക്ക് ഇതുമൂലം പലപ്പോഴും തറയിൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടും ആശുപത്രിയിൽ തന്നെ തുടരുന്ന നിരവധി പേരുണ്ട്. ഇവരെ പരിചരിക്കാൻ നഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കും അധിക സമയം വിനിയോഗിക്കേണ്ടതായും വരുന്നു. അപകടനിലയിലോ അബോധാവസ്ഥയിലോ എത്തുന്ന രോഗികളുടെ കൂടെ ആളില്ലാത്തത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അടിയന്തര തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തടസ്സമാകുന്നു. നിരാലംബരായ ഈ രോഗികൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നത് നിലവിൽ സന്നദ്ധ സംഘടനകളാണ്. മെഡിക്കൽ കോളേജിന് പുറമെ ജില്ലാ ജനറൽ ആശുപത്രികളിലും ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അനാഥരായ രോഗികൾ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടാൽ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ലാതാകുന്നതോടെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് പതിവ്. സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള നൂലാമാലകളും കാലതാമസവും വേറെ. ഇതോടെ മോർച്ചറി ഫ്രീസറുകളിലെ ലഭ്യതയും കുറയുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിനം പ്രതി അനാഥ രോഗികളുടെ എണ്ണം പെരുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുമൂലം യഥാർത്ഥത്തിൽ രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവരെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവരെ ഏറ്റെടുക്കുവാൻ ആളില്ല എന്നുള്ളതാണ് ഇതിന് ഗുരുതരമായി നേരിടുന്ന പ്രതിസന്ധി. കുറച്ചധികം രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് അവർ നേഴ്സിംഗ് കെയർ കൊടുത്ത് വീടുകളിലേക്ക് അയക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. കുറച്ചധികം രോഗികൾ ജില്ലാ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ അതും കുറച്ച് സൗകര്യപ്രദവും. അതിനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല. ഇനി ഉള്ള ബന്ധുക്കളുണ്ടെങ്കിൽ ബന്ധുക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് അധികം രോഗികളെ ഇവിടെ ഗൗരവമായി ചികിത്സിക്കേണ്ടതുണ്ടാവും. അങ്ങനെ ആശുപത്രികളിലെ ഈ രോഗികളുടെ എണ്ണം യഥാർത്ഥത്തിൽ വർദ്ധിക്കുമ്പോൾ ഏറ്റെടുക്കാനുള്ള ആൾക്കാരില്ലാത്ത സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ രോഗമായി വരുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടാത്ത വിഷയമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുമൂലം മരണപ്പെടുന്ന രോഗികൾ മരണപ്പെട്ടാൽ അവരുടെ ബോഡി ഇവിടെ ഫ്രീസറിൽ അനാഥമായി സൂക്ഷിക്കണം. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം കഴിയുമ്പോൾ മാസങ്ങൾ കഴിയും. അങ്ങനെ വരുമ്പോൾ ഈ ഫ്രീസറുകളെല്ലാം ഏതാണ്ട് സ്റ്റക്കാവുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത്തരം ഗുരുതരമായ പ്രതിസന്ധി ഈ മെഡിക്കൽ കോളേജ് മാത്രമല്ല ജില്ലാ ജനറൽ ആശുപത്രികളിലൊക്കെ തന്നെ ഉണ്ടാകാം. ഇന്ന് ഈ സ്ഥാപനം നേരിടുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ആശുപത്രി വികസന സമിതി ചെയർമാൻ കൂടിയാണ്, അതുപോലെ സാമൂഹ്യനീതി ജില്ലാ ഓഫീസർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിസ്ചാർജ് ചെയ്യാവുന്ന രോഗികളെ പരിചരിക്കുന്നതിന് സംവിധാനമുണ്ടാക്കണം. അപകടനില തരണം ചെയ്ത രോഗികളെ ജില്ലാ, താലൂക്ക്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തുടങ്ങി ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള നടപടി വേണം. മേൽവിലാസവും ബന്ധുക്കളുമുള്ള രോഗികളെ രോഗം മാറിയാൽ അവരുടെ ബന്ധുക്കളെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം. ബന്ധുക്കളില്ലാത്തവർക്ക് പ്രത്യേക സൗകര്യമുണ്ടാകണം. ഗുരുതരമായ സാമൂഹിക വിഷയമായതിനാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആശുപത്രി വികസന സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറും സാമൂഹ്യനീതി വകുപ്പ് അധികാരികളും അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് INTUC പ്രസിഡന്റ് KN നാരായണൻ ജില്ലാ കളക്ടർക്കും ജില്ലാ സാമൂഹ്യനീതി വകുപ്പിനും നിവേദനം നൽകിയിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ വിവിധ ചന്ദനമോഷണ കേസുകളിലെ മുഖ്യ സൂത്രധാരനായ വീരപ്പൻ ജോയിയുടെ സഹായി പിടിയിൽ. ചാലക്കുടി വെള്ളിഞ്ചിറ പാലക്കൽ വീട്ടിൽ ബെൻ ദേവസിയെയാണ് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി നൈറ്റ് പട്രോളിംഗിനിടെ മാങ്കുറ്റിപ്പാടം ഭാഗത്തുവച്ച് വീരപ്പൻ ജോയിയും ബെൻ ദേവസിയും കൂടെ സ്കൂട്ടറിൽ ചന്ദനം മുറിച്ച് കടത്തിക്കൊണ്ടുവരുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത്. ഇവരെ പിടികൂടുന്നതിനിടയിൽ വനംവകുപ്പ് ജീവനക്കാരെ കണ്ട് ഓടി രക്ഷപ്പെട്ട വീരപ്പൻ ജോയിയെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടാനായില്ല. സ്കൂട്ടറും 31 കിലോ ചന്ദനം മരത്തടി കഷ്ണങ്ങളും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ വാളുമടക്കമാണ് പിടികൂടിയത്. 20ഓളം ചന്ദനമോഷണ കേസുകളിലെ പ്രതിയായ വീരപ്പൻ ജോയിയാണ് അന്യ ജില്ലാ സംസ്ഥാന ചന്ദന കള്ളക്കടത്ത് സംഘത്തിന് ചന്ദനം എത്തിച്ചു കൊടുക്കുന്നത്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ട അന്വേഷണം നടത്തിവരികയാണെന്ന് റേഞ്ച് ഓഫീസർ KS ഷിനോജ് അറിയിച്ചു. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ PK സലീം, സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ജോബി ജോസഫ്, PT ബൈജു, M ലിനീഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ C വിനീത് കുമാർ, VU വിത, KS സജിത്, K ഹരിപ്രസാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ മതിക്കുന്ന് സ്വദേശിക്ക് സഹായഹസ്തവുമായി ജനപ്രതിനിധികൾ. കഴിഞ്ഞയാഴ്ചയാണ് ജോലി കഴിഞ്ഞു വരികയായിരുന്ന മതിക്കുന്ന് സ്വദേശി കണ്ണന്റെ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് തെരുവുനായ ഓടിക്കയറിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. തുടർന്ന് കാലിന് ഗുരുതര പരിക്കേറ്റതോടെ
കണ്ണന് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. പൂർണ്ണമായും കിടപ്പായതോടെ കണ്ണന് വേണ്ടതായ ആശുപത്രി ഉപകരണങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭനൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, സിന്ധുമോൾ എന്നിവർ കൈമാറുകയായിരുന്നു. പഞ്ചായത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് 5000 രൂപ ധനസഹായവും അനുവദിച്ചു. കൂലിപ്പണിക്കാരനായ കണ്ണന്റെ ഏക വരുമാനമാണ് കുടുംബത്തിന്റെ ആശ്രയം. കൂടുതൽ ധനസഹായം ലഭിക്കുന്നതിനായി തൃശൂർ ജില്ലാ നിയമസഹായവേദി ചെയർമാന് പരാതി നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഭനൻ ചുണ്ടലപ്പറമ്പിൽ പറഞ്ഞു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. തെരുവുനായ ശല്യം കൊണ്ട് പലപ്പോഴും ഒട്ടനവധി അപകടങ്ങൾ പതിയിരിക്കുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും ഇത്തരം അപകടങ്ങളിൽ അകപ്പെടുന്നത്. തൃക്കൂർ പഞ്ചായത്ത് പൂണിശ്ശേരിയിൽ 7-ാം വാർഡിലെ കണ്ണൻ എന്ന് പറയുന്ന വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യൻ, അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൃക്കൂരിൽ വെച്ചിട്ടാണ് ഈ തെരുവുനായ വട്ടം ചാടി അദ്ദേഹം മറിഞ്ഞു വീഴുകയും കാലിന് താൽക്കാലികമായ പ്ലാസ്റ്റർ ഇട്ട് കുറച്ചു കാലം ഇരുന്നെങ്കിലും പിന്നീട് വീണ്ടും ഡോക്ടറെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാല് സർജറി ചെയ്തിരിക്കുക. വണ്ടി വന്ന് ആനിമ ഒന്ന് മറഞ്ഞു. പിന്നെ വണ്ടി ഒന്നിക്കാനൊന്നും പറ്റില്ല. അയാൾക്കൊരു എൻ്റെ വണ്ടി ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് മരിക്കുമ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ അത് വന്നെ മറ്റേ ഞാനിപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ആലാണെങ്കിൽ വണ്ടിയുടെ അടിയിൽ പണിയുന്നു. വേറെ ജീവിതത്തിന് വേറെ മാർഗമൊന്നുമില്ല. ആരും പിന്നെ പെട്ടെന്ന് പറഞ്ഞ സഹായിക്കാൻ ഞാൻ പറഞ്ഞ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നു. അതെനിക്ക് എന്നെ ഒന്നാവുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്തു. ഗുരുവായൂരിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് കിടപ്പ് രോഗികളായ ദമ്പതികൾക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 11:30 അപകടമുണ്ടായത്. വീടിനുള്ളിൽ പുക നിറഞ്ഞതോടെ ശ്വാസതടസ്സം നേരിട്ട ദമ്പതികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടപ്പൻ, അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. വീടിനുള്ളിൽ പുക നിറഞ്ഞതിനെ തുടർന്നാണ് ഇവർ ഉണർന്നത്. തുടർന്ന് അയൽവാസികളുടെ സഹായം തേടുകയായിരുന്നു. അവരെത്തിയാണ് വീടിനുള്ളിൽ നിന്നും ഇവരെ പുറത്തെത്തിച്ചത്. അപ്പോഴേക്കും ഫ്രിഡ്ജ് പൂർണ്ണമായും പൊട്ടിത്തെറിച്ചിരുന്നു. പുക ശ്വസിച്ച് ദമ്പതികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. ഇവരുടെ പരുക്ക് ഗുരുതരമല്ല. ഷോർട്ട് സർക്യൂട്ടായിരിക്കും അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളലുണ്ട്. ജനൽച്ചില്ലുകളും തകർന്നിട്ടുണ്ട്. പ്രകൃതിയെയും കാർഷിക സംസ്കാരത്തെയും ചേർത്ത് പിടിക്കുന്ന സന്ദേശവുമായി വിഷൻ ഇരിങ്ങാലക്കുടയുടെ 10ാമത് ഞാറ്റുവേല മഹോത്സവത്തിന് തുടക്കമായി. ജനപ്രതിനിധി സംഗമത്തോടനുബന്ധിച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജനപ്രതിനിധികൾ ഒത്തുചേർന്ന് തൈ നട്ടുകൊണ്ടാണ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തത്. ICL ഫിൻകോർപ്പ് CMD KG അനിൽകുമാർ, വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടന് തൈ കൈമാറിക്കൊണ്ട് ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ സിനിമാ താരം ജയരാജ് വാര്യർ ആദരിച്ചു. തോമസ് ഉണ്ണിയാടൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. TK സുധീഷ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിഷൻ ഇരിങ്ങാലക്കുട സെക്രട്ടറി KN സുഭാഷ്, ജനറൽ കൺവീനർ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. ചീഫ് കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി, ജനറൽ കൺവീനർ PR സ്റ്റാൻലി, കോർഡിനേറ്റർമാരായ AC സുരേഷ്, ഷാജി മാസ്റ്റർ, ജോയിന്റ് കൺവീനർമാരായ പ്രമീള അശോകൻ, ഫെനി എബിൻ വെള്ളാനിക്കാരൻ, മെഡാലിൻ റിജോ, സോണി അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രകൃതിക്ക് മനുഷ്യരെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. എന്തിനേയും എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. നമ്മളൊക്കെ അവരെയാണ് കണ്ടെത്തുന്നത്. മണലെടുക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് പുഴ മുഴുവൻ മണൽ നിറഞ്ഞ് വെള്ളം നിൽക്കാൻ സ്ഥലമില്ലാത്ത രൂപത്തിലായി. അതാരും ശ്രദ്ധിക്കുന്നില്ല. കരിമണൽ എടുക്കാൻ പാടില്ല. കടലിലുണ്ടാകുന്ന കരിമണൽ പിന്നെ എവിടേക്ക് പോകുന്നു എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. മരങ്ങൾക്കുള്ള ഒരു ആദരപൂർവ്വം നമ്മൾ ഓർക്കണം. എവിടെയോ ഉള്ള മരത്തിൽ നിന്നും വിടുന്ന ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മറക്കണം. ഒന്നും മറക്കാൻ പാടില്ല. അപ്പോൾ വളരെ ഗംഭീരമായൊരു പരിപാടിയാണ്. എന്നാലും ഈ ഇങ്ങനെ ഈ ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ചെറിയ ചെറിയ സസ്യങ്ങൾ കാണുമ്പോൾ, മാവിൻ തൈ കാണുമ്പോൾ, പ്ലാവിൻ തൈ കാണുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തൊരു ഫലം, റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. റൂട്ട് നമ്മുടെ കയ്യിലാണ്, ഫ്രൂട്ട് മാത്രം ആഗ്രഹിക്കുന്നത്.
കഴിഞ്ഞില്ല 5ാമത്തെ ഞാറ്റുവേല മഹോത്സവത്തിൽ കരുവന്നൂർ പുഴയിൽ മീൻകുട്ടികളെ നിക്ഷേപിച്ചുകൊണ്ട് മറ്റൊരു ക്യാമ്പയിന് ഏകദേശം 2 ലക്ഷത്തോളം മീൻകുട്ടികളെ നിക്ഷേപിക്കുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതും ജയരാജേട്ടനാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതി 2ാം ഘട്ടത്തെക്കുറിച്ച് അംഗങ്ങൾക്ക് സഹായകമായി തയ്യാറാക്കിയ കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. നെന്മണിക്കര യൂണിറ്റ് സെക്രട്ടറി CD ജോസഫിന് പുസ്തകം നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, ജില്ലാ കമ്മിറ്റി അംഗം K സുകുമാരൻ, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, PV ഷാർങ്കൻ, K സദാനന്ദൻ, MK ശാന്തകുമാരി, TA വേലായുധൻ, VM ഹംസ, CP ത്രേസ്യ, റേസൽ പോൾ, ഫ്രാങ്കോ G മന്നളി, MK റപ്പായി എന്നിവർ സംസാരിച്ചു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം, ത്രികാല പൂജ, നിറമാല, ഭഗവതി സേവ എന്നിവ നടക്കും. ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന എന്നിവയും നടക്കും. തിങ്കളാഴ്ച മുതൽ രാമായണ പാരായണവും ഉണ്ടായിരിക്കുന്നതാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കൊടകര ശാന്തി ആശുപത്രിയുമായി ചേർന്ന് സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ അമ്പല്ലൂർ വ്യാപാരി ഭവനിലാണ് ക്യാമ്പ്. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. അമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റും സ്റ്റേറ്റ് കൗൺസിൽ അംഗവുമായ ജോയ് പണ്ടാരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നിയോജകമണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ PG രഞ്ജിമോൻ മുഖ്യാതിഥിയായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനും 8898054253 അല്ലെങ്കിൽ 8891416853 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജൂലൈ 22 രാവിലെ 10:30 തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487233431 ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. എറവക്കാട് കാരയിൽ വീട്ടിൽ രാമകൃഷ്ണൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറി. ജാനകിയാണ് ഭാര്യ. സുധ, സുരേഷ്, പരേതനായ സുനിൽ എന്നിവർ മക്കളും. ഉല്ലാസ്, ഗീതാഞ്ജലി, മീനാക്ഷി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയക്കരയിൽ വയോധികന്റെ കൊലപാതകം, പ്രതി റിമാൻഡിൽ. അറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം. UDF ജനകീയ പ്രക്ഷോഭം നടത്തി. റേഷൻ കടകളിലേക്ക് യഥാസമയം അരി എത്തിക്കണമെന്ന ആവശ്യം. കുമ്പിടിഞ്ഞാമക്കൽ സിവിൽ സപ്ലൈസ് ഡെപ്പോയിൽ MLAയുടെ ഉപരോധ സമരം. ED കള്ളക്കേസുകളും വേട്ടയാടലുകളും നടത്തുന്നുവെന്നാരോപിച്ച് അവിട്ടപ്പള്ളിയിൽ CPMന്റെ പ്രതിഷേധ സംഗമം. തൃശൂർ മെഡിക്കൽ കോളേജിൽ അനാഥ രോഗികളുടെ എണ്ണം കൂടി വരുന്നത് പ്രതിസന്ധിയാകുന്നു. ജില്ലാ ഭരണകൂടവും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. പുതുക്കാട് ദേശീയപാതയിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചു. ഓയിൽ ചോർച്ചയെ തുടർന്ന് ബൈക്കും മറിഞ്ഞു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.